കോഴിക്കോട് കക്കോടിയിൽ വീടിന്റെ മതിലിടിഞ്ഞ് വീണ അപകടത്തിൽ ഒരാൾ മരിച്ചു. വീട്ടുജോലിക്കായി എത്തിയ അതിഥി തൊഴിലാളിയാണ് മരിച്ചത്. അഞ്ജന സുകുമാരൻ അപകടം നടന്ന സ്ഥലത്തേക്ക് എത്തിയിട്ടുണ്ട്. അഞ്ജന പരിക്കുകൾ ഉണ്ടെന്ന് അറിഞ്ഞിരുന്നെങ്കിലും രക്ഷിക്കാൻ കഴിയുമെന്നാണ് വിചാരിച്ചത്. കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് വളരെ പെട്ടെന്ന് തന്നെ കൊണ്ടുപോവുകയും ചെയ്തു. എന്താണ് സംഭവിച്ചത്? ഏതാണ്ട് 1 മണിക്കൂറാണ് ഈ കാണുന്ന മതിലിടിഞ്ഞ് വീണ ഒഡീഷ സ്വദേശിയായ അതിഥി തൊഴിലാളി ഇതിന്റെ അടിയിൽ പെട്ടുപോയത്. 1 മണിക്കൂർ സമയമെടുത്തായിരുന്നു രക്ഷാപ്രവർത്തനം നടത്തിയത്. വിവരം അറിഞ്ഞ ഉടൻ തന്നെ ഫയർഫോഴ്സ് സ്ഥലത്തേക്ക് എത്തുകയും അദ്ദേഹത്തെ പുറത്തെടുക്കുകയും ഒക്കെ ചെയ്തു. പക്ഷേ ദൗർഭാഗ്യകരമെന്ന് പറയണം, അദ്ദേഹം ഇപ്പോൾ ഉടനെ പോയിരുന്നു. പക്ഷേ അദ്ദേഹം ഇപ്പോൾ ആശുപത്രിയിൽ നിന്നും ലഭിക്കുന്ന അഞ്ജന സുകുമാരനാണ് വിവരങ്ങളും ദൃശ്യങ്ങളും പ്രതികരണങ്ങളും ഒക്കെ നമ്മുടെ മുന്നിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്നത്. വീടിന്റെ മതിൽ ഇടിഞ്ഞു വീണാണ് അപകടമുണ്ടായത്. ഒരു പുതിയ വീട് നിർമ്മാണം നടക്കുകയായിരുന്നു. അതിന് സംരക്ഷണ ഭിത്തി നിർമ്മിക്കുന്നതിനിടെ അതിന് തൊട്ട് മുമ്പിലുള്ള വീടിന്റെ മതിൽ ഇടിഞ്ഞു വീണാണ് ഈ അപകടമുണ്ടായത്. ഒഡീഷ സ്വദേശിയായ അതിഥി തൊഴിലാളിയാണ് അപകടത്തിൽ ജീവൻ നഷ്ടമായത്. മലയാളി തൊഴിലാളികളും ഉണ്ടായിരുന്നു. അവർക്ക് പക്ഷേ സാരമുള്ള പരിക്കുകളില്ല. 1 മണിക്കൂറോളമാണ് ആ ഇടിഞ്ഞു വീണ മതിലിനടിയിൽ ഈ തൊഴിലാളി കുടുങ്ങിക്കിടന്നത്. ഫയർഫോഴ്സ് എത്തി മതിൽ മാറ്റി ശേഷമാണ് അദ്ദേഹത്തിനെ ആശുപത്രിയിലേക്ക്, കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയത്. പക്ഷേ ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞില്ല. ഏകദേശം 1 മണിക്കൂറാണ് ഇത്രയധികം ഭാരമുള്ള സംരക്ഷണ ഭിത്തിക്ക് സിമന്റ് പാളികൾക്കിടയിൽ അദ്ദേഹം കുടുങ്ങിക്കിടന്നത്. നിർമ്മാണ തൊഴിലാളി, അതിഥി തൊഴിലാളിയായ ഒഡീഷ സ്വദേശിയാണ് ഈ അപകടത്തിൽ മരിച്ചത്. അഞ്ജന പറയൂ. ഈ പരിക്കേറ്റ മലയാളി ഇവിടെയുള്ള ആൾ തന്നെയാണ്. ആ സമയത്ത് ഇവിടെ ഉണ്ടായിരുന്ന ഒരാൾ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ഏതാണ്ട് ഒരു 10 മണിയോട് കൂടിയായിരുന്നു ഈ സംഭവം ഉണ്ടാകുന്നത്. നിർമ്മാണത്തിലിരിക്കുന്ന വീടായിരുന്നു. അതിനോട് ചേർന്ന് സംരക്ഷണ ഭിത്തി കെട്ടുന്നതിനിടയിലായിരുന്നു അപകടം ഉണ്ടായത്. അതെ, ഈ വേറെ ഭിത്തി കെട്ടായിരുന്നു. അന്നേരമാണ് ആ ഭിത്തി ഇയാള് മേലേക്ക് വീണത്. ഇയാള് അതിന്റെ ചോട്ടിലാവുകയും ചെയ്ത് കൈ പുറത്തേക്ക് ഇട്ടാതെ കാല് വെച്ചതാ കൈ പുറത്തേക്ക്. പിന്നെ ഞങ്ങൾ എന്താ കയറ് കെട്ടിയിട്ട് സ്ലൈവ് നൂർത്തിയാണ് ആളെ പിടിച്ച്. ആദ്യഘട്ടത്തിൽ നിങ്ങൾക്ക് രക്ഷിക്കാനുള്ള ശ്രമം നടത്താൻ ഞങ്ങൾ കുറെ നോക്കി പിടിച്ച് പൊതിയാൻ കഴിയൂല. പിന്നെ ഫയർഫോഴ്സ് വന്നേരെ കയറ് കെട്ടിയിട്ട് ആത്തുകൂടെ ഇട്ടിട്ട് വലിച്ചതാ. ഇതെങ്ങനെ നിങ്ങൾ അറിഞ്ഞിട്ട് ഇങ്ങോട്ട് എത്തിയത്? ഞങ്ങൾ അറിഞ്ഞിട്ട് ഞങ്ങൾ അവിടെ നിൽക്കുന്നത് മറ്റേ ഓട്ടോറിക്ഷ സ്റ്റാൻഡിൽ നിൽക്കുന്നത്. അപ്പോൾ ഫോൺ ചെയ്ത് നമ്മളൊരു അടുത്തുള്ള ആത്തുകൾ ഫോൺ ചെയ്ത് ഓട്ടോറിക്ഷയിൽ 2 ഓട്ടോറിക്ഷയിൽ വന്ന് വന്ന് ഇറങ്ങിയാണ് ഞങ്ങൾ. അതേപോലെ ഫയർഫോഴ്സ് വന്ന് ഞങ്ങളിത് കെട്ടി ഒരു സഹായിച്ചു വിട്ടു. ഈ മതിൽ അപകടാവസ്ഥയിൽ വല്ലതുമായിരുന്നു? ഇത് കെട്ടാൻ വേണ്ടി, മതിൽ കെട്ടാൻ വേണ്ടിയിട്ട് കുഴിയിരുത്തുന്നു. അന്നേരം നാട്ടുകാരും എല്ലാവരും പറഞ്ഞിട്ടുണ്ട് ഇത് അപകടമാണ്, ഇത് ഇങ്ങനെ ചെയ്യരുത് പറഞ്ഞിട്ടുണ്ട്. അതൊന്നും അവർ കേട്ടിട്ടില്ല. അതായത് ഈ മതിൽ ഇങ്ങനെ നിൽക്കുന്നതുകൊണ്ട് അതിന് തൊട്ട് മതിൽ കെട്ടരുത് നിങ്ങളൊക്കെ പറഞ്ഞു? ഓ, എല്ലാവരും നാട്ടുകാരും പറഞ്ഞതാ. ആ കേള എടുത്തിരുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ മഴയൊക്കെ ഉണ്ടായിരുന്നതുകൊണ്ട് തന്നെ വലിയ രീതിയിൽ നനവുണ്ടായിരുന്നു. അതിങ്ങനെ കുതിർന്നു നിൽക്കുകയായിരുന്നു. അപ്പൊ ഏതായാലും ആദ്യം ഇങ്ങോട്ടേക്ക് എത്തി സ്ലാബ് എടുത്തു മാറ്റാനുള്ള ശ്രമം നോക്കി. പിന്നീട് അത് പറ്റാഞ്ഞിട്ടാണ് ഫയർഫോഴ്സിനെ വിളിച്ചത്. ഞങ്ങൾക്ക് കഴിയുന്നില്ല. ഈ വലിയൊരു സ്ലാബ് ഞങ്ങൾ ഒരു 10-50 ആള് പിടിച്ചിട്ടും പൊന്തുന്നില്ല. പിന്നെ അതേ ഞങ്ങൾ പിടിച്ച് പൊന്തിക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന്റെ മേലേക്ക് വീഴുക. അതിനെക്കൊണ്ട് ഞങ്ങൾ ഫയർഫോഴ്സ് എത്തി അവരുടെ സഹായത്തോട് കൂടി ഒഡീഷ സ്വദേശിയായ നിർമ്മാണ തൊഴിലാളിക്കാണ് ഈ അപകടത്തിൽ ജീവൻ നഷ്ടമായത്. ഇന്ന് രാവിലെയാണ് ഒരു 11 മണിയോട് കൂടിയാണ് ഈ അപകടം ഉണ്ടാകുന്നത്. പുതിയ വീടിന്റെ നിർമ്മാണത്തിനെത്തിയ ജീവനക്കാരനാണ് അപകടത്തിൽപ്പെട്ട് മരിച്ചത്. പുതിയ വീടിനായി പുതിയ മതിൽ നിർമ്മിക്കുന്നതിനിടെയാണ് പഴയ വീടിന്റെ മതിൽ ഇടിഞ്ഞു വീണ് ഈ അപകടമുണ്ടായത്. 1 മണിക്കൂറോളമാണ് ഇടിഞ്ഞു വീണ മതിലിനടിയിൽ ഈ ഒഡീഷ സ്വദേശിയായ തൊഴിലാളി കുടുങ്ങിക്കിടന്നത്. ഫയർഫോഴ്സ് എത്തി. വെള്ളിമാട് കുന്നിൽ നിന്നൊക്കെ ഫയർഫോഴ്സ് ജീവനക്കാരെത്തിയാണ് മതിൽ ഉയർത്തി അദ്ദേഹത്തെ പുറത്തെടുത്തത്. കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയെങ്കിലും ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞില്ല. മറ്റ് നിർമ്മാണ തൊഴിലാളികൾക്കും പരിക്കുണ്ട്. പക്ഷേ അവരുടെ പരിക്ക് സാരമുള്ളതല്ല.
പ്രദേശവാസികൾ രക്ഷാപ്രവർത്തനത്തിന് ശ്രമിച്ചിരുന്നുവെങ്കിലും നല്ല ഭാരമുള്ള മതിലായിരുന്നു, അത് അവർക്ക് ഉയർത്താൻ കഴിഞ്ഞില്ല. അതോടൊപ്പം തന്നെ കൈ കുടുങ്ങിക്കിടക്കുന്നത് വലിയ ആശങ്കയും ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഫയർഫോഴ്സ് എത്തിയതിനു ശേഷമാണ് രക്ഷാപ്രവർത്തനം ആരംഭിച്ചത്. ഏകദേശം ഒരു 3/4 മണിക്കൂറോളം നേരം ആ ഇടിഞ്ഞു വീണ മതിലിനടിയിൽ ആ നിർമ്മാണ തൊഴിലാളി കുടുങ്ങിക്കിടന്നിരുന്നു. ആംബുലൻസ് കൊണ്ടുപോകണ്ടോ? ആള് കുഴപ്പമൊന്നുമില്ല. മാന്തിയുടെ കൈ ഒഴിവാക്കാൻ കിട്ടുമോ നോക്കി. അടിമാന്തി അടിമാന്തി അവിടെ ഒരു കൈ നമ്മളെ വലിയ ആശങ്കയുണ്ടാക്കുന്ന അപകടമാണ് കോഴിക്കോട് കക്കോടിയിൽ ഉണ്ടായിട്ടുള്ളത്. വീടിന്റെ മതിൽ ഇടിഞ്ഞു വീണാണ് ഈ അപകടമുണ്ടായത്. ഏകദേശം ഒരു 11 മണിയോടുകൂടിയാണ് ഈ മതിൽ ഇടിഞ്ഞു വീണത്. പുതിയൊരു വീട് നിർമ്മാണത്തിന്റെ ഭാഗമായി അവിടെ മതിൽ കെട്ടാൻ വേണ്ടി തൊഴിലാളികൾ എത്തുന്നു. അപ്പോൾ അതിനിടയ്ക്ക് ആ നിർമ്മാണത്തിനിടെയാണ് തൊട്ട് മുന്നിലുള്ള പഴയ വീടിന്റെ മതിൽ ഇടിഞ്ഞു വീണ അപകടമുണ്ടായത്. ഇടിഞ്ഞു വീണ മതിൽ തൊഴിലാളികൾക്ക് മുകളിലേക്കാണ് പതിച്ചത്. 1 മണിക്കൂറോളമാണ് ഈ ഇടിഞ്ഞു വീണ മതിലിന് ഉള്ളിൽ അടിയിൽ കുടുങ്ങിക്കിടന്നത് ഒഡീഷയിൽ നിന്നുള്ള അതിഥി തൊഴിലാളി. നാട്ടുകാർ ഫയർഫോഴ്സിനെ വിളിച്ചതിന് ശേഷം വെള്ളിമാട് കുന്നിൽ നിന്നുള്ള ഫയർഫോഴ്സ് യൂണിറ്റ് ഒക്കെ വളരെ പെട്ടെന്നെത്തി ആളെ പുറത്തെടുത്തു. പക്ഷേ ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞില്ല.